ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ പ്രത്യേകം കാണിക്കാം. എങ്ങനെയാണ് പിക്ചർ സാരിയിലേക്ക് ട്രേസ് ചെയ്യുന്നത്. അതായത് ഇതേപോലത്തെ സർക്കിൾ പിക്ചേഴ്സ് ട്രേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരക്കേണ്ടതെന്ന്. നമ്മൾ പിക്ചർ വെച്ചതിന് ശേഷം സാരി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഇതേപോലത്തെ പ്രൊട്രാക്ടർ വാങ്ങിയിട്ട് അത് വെക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കിൾ വെറുതെ കൈ കൊണ്ട് പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ വരയ്ക്കാൻ അയച്ചിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇതേപോലെ വരയ്ക്കുന്നത്. ഇതിൻ്റെ സ്കെയിലും അവൈലബിൾ ആണ്. അപ്പോൾ സ്കെയിലിനകത്തും പല സൈസ് വരുന്ന സർക്കിൾസ് ഉള്ള സ്കെയിലും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഞാനപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ. ഇതുപോലെ സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ ഒട്ടും മാറി പോകാനായിട്ട് ചാൻസ് ഇല്ല. അതിനുശേഷം നമുക്ക് എവിടേക്കാണോ സ്റ്റെം വേണ്ടതെന്ന് വെച്ചാൽ അവിടെയെല്ലാം സ്റ്റെം വരയ്ക്കാം. അപ്പോൾ അത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വരയ്ക്കാനുള്ള ആംഗിൾ നോക്കിയിട്ട് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും പിക്ചർ വരയ്ക്കാം. സാരി വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സാരിയിൽ എവിടേക്കാണോ പിക്ചേഴ്സ് വേണ്ടതെന്ന് വെച്ചാൽ ആ പോർഷൻസ് എല്ലാം മാർക്ക് ചെയ്യുക. എന്നിട്ട് പിക്ചേഴ്സ് വരച്ച് വയ്ക്കുക. ഞാനൊരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. പുതിയ ഡിസൈൻസ് ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഡിസൈൻ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഡിസൈൻ പല്ലുവിൻ്റെ പാർട്ടിൽ ചെയ്തിട്ട് അത് പ്രിൻ്ററിൽ വെച്ചിട്ടൊരു പ്രിൻ്റ് ഔട്ട് എടുത്തു. എന്നിട്ട് അതിൻ്റെ ബാക്കി പോർഷൻസ്, അതായത് ഇൻ ബിറ്റ്വീൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് സ്റ്റെം ആൻഡ് ലീവ്സ് ഒക്കെ ആഡ് ചെയ്തത്. അപ്പോൾ അതുകൂടി ഞാൻ ഈ പിക്ചറിലേക്ക് വരച്ച് ചേർക്കുവാണ്. കണ്ടോ, ഇത് സാരിയിൽ ഞാൻ വരച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നീക്കി വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രാഞ്ചസോ അതോ സ്റ്റെമ്മോ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഞാൻ പിങ്കിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 2 ഫ്ലവർ ഞാൻ ഈ ഒരു ബഞ്ചിൽ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഫ്ലവർ ചെയ്യാനായിട്ട് കുറച്ച് ലൈറ്റ് കളർ പിങ്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ത്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും ത്രെഡിൻ്റെ അടിഭാഗം കെട്ടിയിട്ട് എടുക്കാനായിട്ട് മറക്കരുത്. ഞാനിത് കെട്ടാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ഊരിപ്പോകുന്നത്. അതല്ല നമ്മൾ കെട്ടാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീക്കി നിർത്തിയിട്ട് വേണം നമ്മൾ ത്രെഡ് വലിച്ചെടുക്കാനായിട്ട്. ഇതിൽ ഞാൻ ആദ്യം 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുവാണ്. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഏത് സൈഡിലേക്കാണോ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നെക്സ്റ്റ് പെറ്റൽ ചെയ്യാം. അതായത് ഒരു പെറ്റൽ എന്ന് പറയുന്നത് 2 ചെയിൻ കണക്റ്റായിട്ട് വരുന്നതാണ്. ടോട്ടൽ ഈ ഒരു ഫ്ലവറിന് നമ്മൾ 16 പെറ്റൽസ് ആണ് വരുന്നത്. അതായത് 4 ഡയറക്ഷനിലേക്ക് നമ്മൾ ആദ്യം ഓരോ പെറ്റൽസ് ചെയ്യും. അതിന് ശേഷമാണ് ഇൻ ബിറ്റ്വീൻ വരുന്ന ഗ്യാപ്പുകൾ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ ബേസിക് സ്റ്റിച്ചസ് അറിയാവുന്ന ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണിത്. ത്രെഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് അത് ഫോൾഡ് ചെയ്ത് 6 സ്ട്രാൻഡ്സ് ആവുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അധികം കെട്ടുപിടിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല. ഇവിടെ ഞാൻ 12 സ്ട്രാൻഡ്സ് ആണ് കോർത്തിരിക്കുന്നത്. അതായത് 6 സ്ട്രാൻഡ്സ് കോർത്ത് മടക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എൻഡ് കുറച്ച് നീട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മളുടെ ഫ്ലവർ പെറ്റലിൻ്റെ ഒരു സൈസ് 6 സ്ട്രാൻഡ്സ് ത്രെഡ് മതി. 12 വരുവാണെങ്കിൽ ഭയങ്കര വീതി കൂടിപ്പോവും. ഒത്തിരി വണ്ണം വരുവാണെങ്കിൽ എനിക്കിത് അത്ര ഭംഗിയായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ 6 സ്ട്രാൻഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. 4 ഡയറക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ 4 ഡയറക്ഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും 2 പെറ്റൽസിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം അതിൻ്റെ മിഡിൽ പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ 2 സൈഡിലും വരുന്ന ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്യാം. അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഒരു 1/4 ഏരിയ ഫിനിഷ് ആവും. നിങ്ങൾ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു കാര്യം കൂടി പ്രത്യേകം പറയട്ടെ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പെറ്റൽസിനെല്ലാം ഒരു ഈക്വൽ ഡിസ്റ്റൻസ് കിട്ടാനായിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഫ്ലവർ ചുറ്റിലും പെറ്റൽസ് ചെയ്ത് വരുമ്പോൾ പെറ്റൽസ് എല്ലാം ചരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ 4 ഡയറക്ഷനിലേക്കും വർക്ക് ചെയ്തിട്ട് ഈ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്ലവർ ചെയ്യുന്ന സമയത്തും അതിന് ആപ്റ്റായിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യും. അതിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നത്. ഈ സാരിയിൽ ഞാൻ വയലറ്റ് കളർ യൂസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ലൈറ്റ് ഷെയ്ഡ് സാരി ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. ഇത് കുറച്ച് കളർഫുൾ ആവാനും പിന്നെ ഞാൻ വിചാരിച്ചു പറ്റുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ സാരി എനിക്ക് തന്നെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ ഒരു കളറിൽ പിങ്കിൻ്റെ ഷെയ്ഡൊക്കെ നന്നായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷനിലേക്ക് എത്തിയത്. ഈ സാരിയുടെ ബ്ലൗസ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിങ്ക് കളറാണ്. പിങ്ക് യൂസ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എനിക്ക് തോന്നി. നമ്മൾ വർക്ക് ചെയ്യുന്ന പെറ്റൽസിൻ്റെ ഓൾമോസ്റ്റ് 3 ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ബാലൻസ് ഉള്ള ഭാഗം കൂടി ഫിനിഷ് ചെയ്യാം കേട്ടോ. അതും ഞാൻ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ. ഫസ്റ്റ് മിഡിൽ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക, ദെൻ നെക്സ്റ്റ് സൈഡിലെ ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. ഇതുപോലെ നമുക്ക് ഈ ഡിസൈനിൽ കംപ്ലീറ്റ് ഫ്ലവേഴ്സും വർക്ക് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ടൈം എടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്ലവേഴ്സിൻ്റെ അടുത്തായിട്ട് ലീവ്സും കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ മാത്രം ചെയ്താലും ഡ്രസ്സ് കാണാൻ ഭംഗിയായിരിക്കും. ചുരിദാറിൻ്റെ നെക്ക് വർക്ക് ചെയ്യാനും സാരിയുടെ ബോർഡർ വർക്ക് ചെയ്യാനെല്ലാം ഈ ഫ്ലവർ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ നടുക്ക് ഞാൻ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ഇടുവാണ്. ബീഡ്സ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതിനും പകരം നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇടുവാണെങ്കിലും കാണാൻ ഭംഗിയായിരിക്കും കേട്ടോ. 3 ടൈംസാണ് ടേൺ ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡൗട്ട് ഇതെങ്ങനെയാണ് ടൈ ചെയ്യുന്നതെന്ന്. അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന സമയത്താണ് ഓരോരുത്തർ ഓരോ ഡൗട്ട്സൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമം എനിക്ക് പറ്റിയ ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ വർക്ക് ചെയ്ത സാരിയുടെ പിക്ചർ. ഇനി നെക്സ്റ്റ് ഇതിനടുത്തായിട്ട് ലീവ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലീഫും കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. ലീഫ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഫെദർ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഡിസൈൻ അനുസരിച്ച് ഫെദർ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്. എന്നിട്ട് അതിന് ശേഷം അതിൽ ഓപ്പൺ ചെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള പെറ്റൽസ് കിട്ടും. അപ്പോൾ അതുകൂടി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇത് ചെയ്യുന്ന സമയത്ത് സാരി നല്ലപോലെ ടൈറ്റായി ഇരിക്കുന്ന രീതിയിൽ ഫ്രെയിം ഫിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണക്ട് ചെയ്ത് ഒത്തിരി ലീവ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലീഫ് ചെയ്യുമ്പോൾ നൂല് 6 സ്ട്രാൻഡ്സ് തന്നെ എടുക്കുക കേട്ടോ. 6 സ്ട്രാൻഡ്സ് എടുക്കുകയാണെങ്കിലാണ് കാണാനായിട്ട് ഭംഗി. ഇവിടെ ഞാൻ ഈ ലീവ്സ് ചെയ്യാനായിട്ടും ഗ്രീനിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈനിൽ ഒത്തിരി ലീവ്സ് വരുന്നുണ്ട്. അപ്പോൾ സെയിം കളർ തന്നെ ആവുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ അത്ര ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രീനിൻ്റെ ഷെയ്ഡ് യൂസ് ചെയ്തത്. ഹാൻഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഡൗട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയ കുറച്ച് ലീവ്സ് ഫ്ലവേഴ്സൊക്കെ വേണമെന്ന്. ഇത് നമുക്ക് ഒത്തിരി സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ലീവ്സ്, ഇതുപോലത്തെ ലീവ്സ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലീവ്സ് നമുക്ക് കുറച്ച് സമയത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങളൊന്ന് സമയം കിട്ടുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഡിസൈൻ വളരെ ഈസി ആയിട്ട് ആർക്കും വരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ വരയ്ക്കാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുറച്ച് ലീവ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 1-2 ഫ്ലവർ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫിനിഷ് ആയിട്ടുള്ള ഡിസൈൻ. അതിൽ ഷെയ്ഡ് വന്നിരിക്കുന്ന ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. നമ്മൾ ഒരു കളറ് ഇട്ട് വർക്ക് ചെയ്യുന്നതും അതേപോലെ 2-3 കളർ നമ്മൾ കൊടുക്കുമ്പോഴും നമ്മുടെ ഡിസൈനിന് കുറച്ചുകൂടി ഭംഗി കൂടുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഷെയ്ഡ് യൂസ് ചെയ്യണോ അതല്ലെങ്കിൽ പ്ലെയിൻ കളേഴ്സ് യൂസ് ചെയ്താൽ മതിയോ, നിങ്ങളുടെ അഭിപ്രായവും കൂടി ഒന്ന് പറയുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടിയൊക്കെ നോക്കാം. ഇത് വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഒരുപാട് ടൈം എടുക്കാതെ, എന്നാലും മാക്സിമം ടൈം എടുക്കുന്നുണ്ട് എങ്കിലും നോർമലി നമ്മൾ കാണുന്നതിനേക്കാൾ കുറച്ച് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. അതായത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് ഇടുവാണെങ്കിൽ ഞാൻ അതിനെല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി പുതിയ ഡിസൈൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീരുന്നതനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.